യൂണിറ്റ് 2 ഹൈഡ് ആൻഡ് സീക്ക്. അതിലെ ആക്ടിവിറ്റി ബുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ്സ് പ്ലേ എന്നാണ് കേട്ടോ. അവിടെ ആ കുട്ടി എന്താ പറയുന്നത്? ഹിഡൻ നമ്പേഴ്സ് ആർ 11, 13, 22 ആൻഡ് 32 എന്ന് പറയുകയാണ് അല്ലെ. ഇവിടെ കണ്ടോ കുറച്ച് നമ്പേഴ്സ് മിസ് ആയിട്ടുണ്ട്. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് ആ കുട്ടി പറയുന്നത് കേട്ടോ. കണ്ടോ 11 ആണ്, പിന്നെ 13, then 22, 32 എന്ന് പറയുകയാണ്. ഫസ്റ്റ് റോല് ഹിഡൻ നമ്പർ ഏതാണ്? 11 ആണ് അല്ലെ. ഇവിടെ കണ്ടോ 1 കഴിഞ്ഞിട്ട് പിന്നെ നമ്പർ തന്നിട്ടില്ല. പിന്നെ 21, 31, 41 ഇവിടെ എങ്ങനെയാ 10, 10, 10 വെച്ച് ഇൻക്രീസ് ചെയ്യല്ലേ. അപ്പൊ 1 കഴിഞ്ഞാൽ 10 കൂടി കഴിഞ്ഞാൽ 11 അല്ലെ. അങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് റോള് 2, 12 പിന്നെ നെക്സ്റ്റ് നമ്പർ എത്രയാ വരിക? 22, then 32 അല്ലെ. പിന്നെ 42 നമുക്ക് തന്നിട്ടുണ്ട്. then 3 കഴിഞ്ഞ് കഴിഞ്ഞാല് 10 വെച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 3യുടെ കൂടെ 10 കൂടിയാ 13, then 23, 33, 43 അങ്ങനെ കേട്ടോ. അപ്പൊ ആ ഹിഡൻ നമ്പേഴ്സ് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അവിടെ അല്ലെ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? മേക്ക് എ കാർഡ് ലൈക്ക് ദിസ് വിത്ത് എ ഹോൾ അറ്റ് ദ സെന്റർ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ നമ്പർ ഗ്രിഡ്. അതായത് മുകളിൽ കാണിച്ചിട്ടില്ലേ ഇതുപോലെ നടുക്കില് ഹോള് വരുന്ന രീതിയിൽ ഒരു കാർഡ് നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, നമ്പർ ഗ്രിഡ്. ആ നമ്പർ ഗ്രിഡിൽ ഇത് വെച്ച് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് 1 number can be seen എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഒരു നമ്പർ കാണാമെന്ന്. സെന്ററിൽ ഹോൾ ഉണ്ടല്ലോ. അപ്പൊ ആ ഹോള് നമ്മൾ എവിടെയാണോ ഏത് നമ്പറിലാണോ വെക്കുന്നത് ആ നമ്പർ നമുക്ക് കാണാം അല്ലെ. then can you find the hidden numbers എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് കണക്ട് ഈച്ച് നമ്പർ ടു ദ നെക്സ്റ്റ് നമ്പർ. അത് ഓരോ നമ്പറും അടുത്ത നമ്പറുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്കൊന്ന് ഇത് കാണിച്ചിട്ടുണ്ട് അല്ലെ. അതായത് 49 നെക്സ്റ്റ് നമ്പർ എത്രയാ? 50 ആണ് അല്ലെ. അതുപോലെ നമുക്ക് ചെയ്യാം. 39 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ എത്രയാ? 40. 22 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 21 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 21 കഴിഞ്ഞാൽ 22 കണക്ട് ചെയ്യുക. ദെൻ 31 ഉണ്ട്, 30 ഉണ്ട്. അപ്പൊ 30, 31 കണക്ട് ചെയ്യുക. 15 അല്ലെ. 15 കഴിഞ്ഞാൽ 16 കണക്ട് ചെയ്യുക. ദെൻ 10, 11 കണക്ട് ചെയ്യുക കേട്ടോ. റൈറ്റ് ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ബിലോ ദ ലാർജർ നമ്പർ ഫസ്റ്റ്. താഴെ ജോഡി നമ്പറുകളും എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ വേണം എഴുതാൻ? വലിയ നമ്പർ ആദ്യം എന്ന് വരുന്ന രീതിയിൽ കേട്ടോ. ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് പെയർ ഓഫ് നമ്പർ 49ഉം 50 അവരത് തന്നിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് നമുക്ക് എഴുതാം. അടുത്തത് ഏതാ വരിക? 39ഉം 40 ആണ്. ഫസ്റ്റ് നമ്മൾ ഏത് നമ്പർ എഴുതാം? 40. then 39 എന്ന് എഴുതാം. അടുത്തത് 22, 21 എന്ന് എഴുതാം. then 31, 30 എന്ന് എഴുതാം. 16, 15 എന്ന് എഴുതാം. 11, 10 എന്നുള്ളത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് ലെറ്റ്സ് റൈറ്റ് സി ഹൗ 35 ഈസ് റിട്ടൺ ഇൻ ഡിഫറെന്റ് വേസ്. അതായത് 35നെ എങ്ങനെയൊക്കെയാണ് വ്യത്യസ്ത രീതിയിൽ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വേർഡ്സിൽ എഴുതിയിട്ടുണ്ട് അല്ലെ. 35 എന്ന് എഴുതിയിട്ടുണ്ട്. then 10 plus 10 plus 10 plus 5 അതും 35 അല്ലേ. then between 34 and 36 എന്ന് പറഞ്ഞിട്ടുണ്ട്. 34ന്റെയും 36ന്റെയും ഇടയിൽ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. then 30 plus 5 എന്ന് തന്നിട്ടുണ്ട്. 30 plus 5ഉം 35 ആണ്. അപ്പോൾ 35നെ ഡിഫറെന്റ് വേസിൽ എഴുതിയിരിക്കുന്നതാണ് അല്ലെ. അതുപോലെ നമ്മളോട് 26നെയും 30നെയും ഡിഫറെന്റ് വേസിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് റൈറ്റ് 26 ഇൻ ഡിഫറെന്റ് വേസ്. അപ്പൊ എങ്ങനെയാ എഴുതാ? ഫസ്റ്റ് 26 എന്നുള്ളത് വേർഡ്സിൽ എഴുതാം. TWENTYSIX എഴുതാം കേട്ടോ. നെക്സ്റ്റ് എങ്ങനെ എഴുതാം? 10 plus 10 plus 6 അല്ലെ. 2 10s ഒരു 6ഉം വന്ന 26 അല്ലേ. പിന്നെ എങ്ങനെ എഴുതാം? ബിറ്റ്വീൻ 25 and 27 എന്ന് എഴുതാം. then 20 plus 6ഉം 26 ആണ് അല്ലെ. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 4 less than 30 എത്രയാ? 26 അല്ലേ. 30ൽ നിന്ന് 4 കുറഞ്ഞാൽ 26 ആണ് അല്ലെ. അല്ലെങ്കിൽ 6 more than 20 അങ്ങനെ എഴുതാം. അങ്ങനെ ഡിഫറെന്റ് വേസിൽ നമുക്ക് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ 110ഉം 16 ones അതെന്താണ്? 26 ആണ് അല്ലെ. 110 എന്ന് പറഞ്ഞാല് 10, 16 ഒന്നുകൾ എന്ന് പറഞ്ഞാല് 16 അല്ലേ. അപ്പൊ 10 plus 16 എന്ന് പറഞ്ഞാൽ എന്താ? 26 അല്ലേ. അങ്ങനെ എഴുതാം കേട്ടോ. 110, 16 ones അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അടുത്തത് റൈറ്റ് 30 ഇൻ ഡിഫറെന്റ് വേസ് ആണ് കേട്ടോ. 30നെ നമ്മൾ ഡിഫറെന്റ് വേസിൽ എഴുതുന്നതാണ്. ഇതേപോലെ തന്നെ എന്ത് എഴുതാം? ഫസ്റ്റ് വേർഡ്സിൽ എഴുതാം. 30 THIRTY 30. then എങ്ങനെ എഴുതാം? 10 plus 10 plus 10 30 ആണ്. 3 10s അല്ലെ. അല്ലെങ്കിൽ നമ്പർ ബിറ്റ്വീൻ 29 and 31. 5 more than 25 അല്ലെങ്കിൽ 5 less than 35 അല്ലെങ്കിൽ 1 more than 29, 2 more than 28 അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നെക്സ്റ്റ് റൈറ്റ് ദ നമ്പർ 7 more than 10 എത്രയാ വരിക? 10നെയും കാട്ടിലും 7 കൂടിയാൽ 17 അല്ലേ. 17 എന്ന് എഴുതാം. 5 less than 20 എത്രയാ? 15 അല്ലെ. 20നെയും കാട്ടിലും 5 കുറവ് അല്ലെ. അപ്പൊ എത്രയാ? 15 ആണ്. then 10 more than 30 30നെയും കാട്ടിലും 10 കൂടുതൽ. അപ്പൊ എത്രയാ? 40. then 1 more than 49 അപ്പൊ എത്രയാ? 50.
49നെക്കാട്ടിലും 1 കൂടുതൽ അല്ലെ. ദെൻ 10 ലെസ് ദാൻ 20, 20യും കാട്ടിലും 10 കുറവ്. എത്രയാ? 10. 14 ലെസ് ദാൻ 44, എത്രയാ വരിക? 44നെക്കാട്ടിലും 14 കുറവ് എന്ന് പറഞ്ഞാൽ എത്രയാ? 30. 44ൽ നിന്ന് ഫസ്റ്റ് 10 കുറയ്ക്കുക, അപ്പൊ എത്രയാ? 34. 34ൽ നിന്ന് ഒരു 4 പോയി കഴിഞ്ഞാൽ 30. അടുത്തത് റൈറ്റ് ഇൻ ഡിഫറെന്റ് വേസ്. അപ്പൊ 15നെ ഡിഫറെന്റ് വേസിൽ എഴുതാനാണ്. ഇവര് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് അല്ലെ. 5 tens എന്ന് എഴുതാം, അല്ലെങ്കിൽ 40 + 10 എന്ന് എഴുതാം. പിന്നെ എങ്ങനെയൊക്കെ എഴുതാം നമുക്ക്? 10 + 10 + 10 + 10 + 10, 5 tens ആഡ് ചെയ്താ അല്ലെ, അങ്ങനെ എഴുതാം. ദെൻ ബിറ്റ്വീൻ 49 and 51 അങ്ങനെ എഴുതാം. 60 - 10 എത്രയാ? 50 അല്ലേ, അങ്ങനെ എഴുതാം. നെക്സ്റ്റ് 45 + 5 എഴുതാം. അടുത്തത് 1 more than 49. അടുത്തത് 30 + 20. അങ്ങനെ ഡിഫറെന്റ് വേസിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് 50 കിട്ടണം ഉത്തരം. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 3rd യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.